ടെൻഷനുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വിക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ദുആഉൽ കർബ്, മനപ്രയാസങ്ങൾ നീങ്ങാനുള്ള ദുആ നബി തങ്ങൾ പഠിപ്പിച്ചതാ. അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം. ദുആഉൽ കർബ്, മനപ്രയാസം നീങ്ങാനുള്ള ദുആ. ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർശിൽ കരീം. ഇതാണ് ടെൻഷൻ മാറാനുള്ള ദുആ. ഇതൊരു 11 വട്ടം സുബഹിക്കും വൈകിട്ടും ചൊല്ലിയ ഒരു ടെൻഷനും ഉണ്ടാവും. ടെൻഷനൊക്കെ റാഹത്തായി മാറും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഭാര്യ ഗർഭം ധരിച്ച് പൂർണ്ണ ഗർഭിണിയാണ്, ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണ്ട, പള്ളിക്കകത്ത് കയറി എഅ്തികാഫിന് നിയ്യത്ത് വെക്ക്, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, റാഹത്തായി ദുആ ചെയ്യ്. എന്നിട്ട് ഇത് ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ദുആഉൽ കർബ് എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. മനപ്രയാസങ്ങൾ മാറാനുള്ള ദുആ. ഇതിനേക്കാൾ വലിയ ദുആ ഒന്നുമില്ല. ഇത് നബി തങ്ങൾ പഠിപ്പിച്ച. അതിനെ ടെൻഷൻ അടിക്കുമ്പോൾ സാധനം അടിക്കാന്നല്ല പഠിപ്പിച്ച്. നമ്മളിത് കൊണ്ടുവന്നുകൊണ്ട് ഇത് മക്കൾ തന്നെ കൊണ്ടുവരികയാണ്. ഇത് വലിയ നാശമാണ്. പ്രായമുള്ള ആളുകൾ മനസ്സിലാക്കും, നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾക്ക് അല്ലാഹു പ്രായം കൊണ്ടൊക്കെ തൗബ ചെയ്ത് തരും. ഒരു പണി നടക്കൂല. ഏറ്റവും വലിയ നരകത്തിലേക്ക് പോകുക നിങ്ങളാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിങ്ങൾ കാരണമാണ് മക്കൾ ഈ പരിപാടി തുടങ്ങിയതെങ്കിൽ ഏറ്റവും വലിയ വിനാശം നിങ്ങൾക്കാണ്. അതുകൊണ്ട് വേഗം നിർത്തിക്കോ. ഇതാ ഒരു ഹദീസ് പറഞ്ഞുതരാം. قال رسول الله صلى الله عليه وسلم, നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, 3 വിഭാഗം ആളുകൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂല. കാരുണ്യത്തിന്റെ നോട്ടം റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവൂല. കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി, കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തി നാളെ മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടി നിർത്തുമ്പോ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാത്ത 3 വിഭാഗം ആളുകളുണ്ട്. സ്വഹാബാ, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. വേദനാജനകമായ ശിക്ഷയാണ്. അവർക്ക് റബ്ബിന്റെ കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാവില്ല. റബ്ബ് അവരെ പരിശുദ്ധിപ്പെടുത്തുകയില്ല. അവർക്ക് കഠിനമായ ശിക്ഷയാണ്. നരകം അവർക്ക് പരിപൂർണമായി നിർബന്ധമാണ്. സ്വർഗം അവർക്ക് പരിപൂർണമായി അല്ലാഹു നിഷിദ്ധമാക്കുകയാ. സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. ഈ 3 വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്തിനോട് പറയുമ്പോ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഹൗലാഇ യാ അല്ലാഹ് യാ റസൂലല്ലാഹ്, മൻ ഹൗലാഇ യാ ഹബീബല്ലാഹ്, ആരാണ് ആ കൂട്ടർ റസൂലേ, ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒന്നാമതായി ഓർമ്മപ്പെടുത്തിയത് മുദ്മിനുൽ ഖംരി, കള്ള് കുടിച്ചുകൊണ്ട് മിനിങ്ങി നടക്കുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 24 മണിക്കൂർ അവൻ കള്ളാണ്, ലഹരിയാണ്, MDMA ആണ്, LSD ആണ്, ഇഞ്ചക്ട് ചെയ്ത് ശരീരത്തിലേക്ക് മോശപ്പെട്ടതാകുന്ന സാധനങ്ങൾ കയറ്റുകയാ. ഹറാമായ തലത്തിലേക്കുള്ള ചിന്തയാണ്. ലഹരിയിലൂടെ ഊട്ടപ്പെട്ട ജീവിതമാണ്. ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വ്യക്തികളായി മാറിയില്ലയോ? കാസർഗോഡ് ജില്ലയിലേതാകുന്ന ചെറിയ കുട്ടികളുടെ കൈവശം ഇന്ത്യ രാജ്യത്ത് ബാൻ ചെയ്ത നിരോധിച്ചതാകുന്ന ഈ സിഗരറ്റുകൾ കൂടുതലായി കടന്നു വരികയല്ലയോ? ഇലക്ട്രിക് സിഗരറ്റ് ഉപയോഗിക്കുന്ന മക്കൾ ധാരാളമല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുദ്മിനുൽ ഖംരി, ലഹരി ഉപയോഗിച്ചുകൊണ്ട് മിനിങ്ങി നടക്കുന്ന ഏതൊരുത്തനുണ്ടോ അവന് നാളെ സ്വർഗമില്ല. നരകം ഉറപ്പാണ്. രണ്ടാമതായി റസൂലുള്ളാഹി പറയുകയാണ്, ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന
കേൾക്കുന്ന ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ, ഏതൊരു യുവാവുണ്ടോ, യുവതിയുണ്ടോ, അവരെ ദുനിയാവിൽ പ്രയാസപ്പെടുത്തിയവരല്ലേ, അവരെ കരയിച്ചവരല്ലേ, അവരെ വിഷമിപ്പിച്ചവരല്ലേ, അവരെ പ്രയാസപ്പെടുത്തിയവരല്ലേ, അവരെ ചീത്ത വിളിച്ചവരല്ലേ, കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിൽ വന്നുകൊണ്ട് അവരെ വെട്ടിക്കൊലപ്പെടുത്തിയതായ ആളുകളില്ലേ. ഈ അടുത്ത് നടന്ന സംഭവങ്ങൾ എത്രയാണ്. മുസ്ലിം ചെറുപ്പക്കാരനാണ്, ഉമ്മയോട് സ്നേഹമുള്ളതാകുന്ന ചെറുപ്പക്കാരനാണ്. ആ ഉമ്മയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പുഞ്ചിരിയോട് നിൽക്കുന്ന ചിത്രങ്ങൾ കണ്ടവരല്ലേ മുസ്ലിമീങ്ങളെ. സ്വന്തം മാതാവിനെ കള്ളു കുടിച്ചുകൊണ്ട് ലഹരി നുണഞ്ഞുകൊണ്ട് ബോധമില്ലാതെ അറുകുല നടത്തുകയാണ്, വെട്ടി കഷ്ണമാക്കി മുറിച്ചു കളയുകയാണ്. എന്തൊരു ശിക്ഷയാണ് നാളെ ആഖിറത്തിൽ ആ ചെറുപ്പക്കാരന് കിട്ടുന്നതെന്ന് അറിയുമോ? നാളെ ആഖിറത്തിൽ കഠിനമാകുന്ന ശിക്ഷയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നരകം ഹറാമാക്കണേ അല്ലാ, സ്വർഗത്തിൽ കടക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന, അവരെ വെട്ടിക്കൊലപ്പെടുത്തേണ്ടതില്ല, അവരെ ചെയ്യുന്ന വാക്കെങ്കിലും പറഞ്ഞുകൊണ്ട് അവരെ വിഷമിപ്പിക്കുന്നതായ മക്കളുണ്ടോ? 16-17 വയസ്സുള്ളതാകുന്ന യുവതികളില്ലേ, വാപ്പയോടും ഉമ്മയോടും ദേഷ്യപ്പെടുന്നതാകുന്ന മക്കളില്ലേ, സ്വന്തം ഉമ്മ പറയുന്നത് കേൾക്കാത്ത എത്രയോ പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. സിനിമയുടെ മേഖലയിൽ വിഹരിക്കുകയാണ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ശരീരമാസകലം പൂശുകയാ. ആഖിറത്തെ കുറിച്ച് ചിന്തയില്ല, മരണത്തെ കുറിച്ച് ഓർമ്മയില്ല, ഖബറിനെ കുറിച്ച് ഭയപ്പാടില്ല, മഹ്ശറയെ കുറിച്ചുള്ള യാതൊരുവിധ ലവലേശ ബോധവുമില്ല. ദുനിയാവിൽ അടിച്ച് പൊളിച്ച് കഴിയുകയാണ്, കൂട്ടുകാരും ഒന്നിച്ച് അഭിരമിക്കുകയാണ്, ലഹരി നുണഞ്ഞുകൊണ്ടുള്ള ജീവിതമാണ്, വാപ്പയോടും ഉമ്മയോടും ദേഷ്യപ്പെടുകയാ. പകല് മുഴുവനും പിരിന്നുകൊണ്ട് സിനിമ കാണുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അടച്ചിട്ട റൂമിലിരുന്നുകൊണ്ട് ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് കണ്ണിൻ്റെതാകുന്ന ഫിലിമെന്റ് അടിച്ചു പോകുന്ന നിലയിലേക്ക്, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോകുന്നവരില്ലേ. ഗെയിമിന്റെ ലോകത്ത് വിഹരിക്കുന്ന ചെറുപ്പക്കാരില്ലേ. ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന മാതാവിനോട് ആക്രോശിക്കുന്ന ചെറുപ്പക്കാരില്ലേ. ദേഷ്യപ്പെടുന്നതാകുന്ന യുവാക്കളില്ലേ. വൈകുന്നേര സമയങ്ങളിൽ കടപ്പുറത്ത് പോയിരുന്നുകൊണ്ട് അശ്ലീലമാക്കപ്പെട്ടതാകുന്ന കാഴ്ചകൾ കാണുന്നവരില്ലേ. സിറിഞ്ച് ശരീരത്തിലേക്ക് കുത്തിയിട്ട് ലഹരി ശരീരത്തിലേക്ക് ഇൻജക്ട് ചെയ്യുന്നതാകുന്ന ചെറുപ്പക്കാരില്ലേ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരില്ലേ. അവർക്ക് നരകമാണ്. തീർന്നില്ല. മൂന്നാമതായ വ്യക്തിയെ റസൂലുള്ള പറയുകയാണ്, ഒന്ന് കള്ളു കുടിക്കുന്നവനാണ്, 2 മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവനാണ്, മൂന്നാമത്തെ വ്യക്തി ആരെന്നറിയുമോ? നാളെ നരകം നിർബന്ധമായ, സ്വർഗത്തിൽ കടക്കാത്ത, റബ്ബിന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടം കിട്ടാത്ത, മഹ്ശറയിൽ കത്തിച്ചുലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോൾ വിറങ്ങലിക്കുന്നതായ മൂന്നാമത്തെ വ്യക്തി ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വദ്ദയൂസ് അല്ലദീ യുഖിറു ഫീ അഹ്ലിഹി അൽ ഖബസ. പ്രായമേറെയുള്ളതാകുന്ന ആളുകളാണ്, പ്രായാധിക്യം ചെന്നതാകുന്ന ഉപ്പമാരാണ്. 40-50 വയസ്സുള്ളതാകുന്ന 60 വയസ്സുള്ള ആളുകളില്ലേ. ഇപ്പോഴും ലഹരി നുണയുന്നവരില്ലേ. ഇപ്പോഴും കുടുംബത്തിൽ തെറ്റുകൾ കാണുമ്പോൾ അതിന് യാതൊരുവിധ എതിർക്കാതെ പഞ്ചപുഷ്പമടക്കിക്കൊണ്ട് അതിന് പരിപൂർണമായി സമ്മതം മൂളുന്നതായ രക്ഷിതാക്കളില്ലേ, സഹോദരങ്ങളില്ലേ. അവർ നരകം വിലക്ക് വാങ്ങിയവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രായമുള്ള ആളുകൾ അല്ലദീ യുഖിറു ഫീ അഹ്ലിഹി അൽ ഖബസ. നബി തങ്ങൾ പറഞ്ഞു, സ്വന്തം വീട്ടിലെ ആളുകൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ മിണ്ടാതിരിക്കുക. മകൻ പള്ളിയിൽ പോകുന്നില്ല, നിസ്കരിക്കുന്നില്ല, മിണ്ടുന്നില്ല, അവനെ പള്ളിയിലോട്ട് പറഞ്ഞൊന്നും വിടുന്നില്ല, ഇല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, മൈൻഡ് ചെയ്യുന്നില്ല. ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും ഒന്നും വാപ്പ തയ്യാറാകുന്നില്ല. വലിയ വിഷയമാണ്, ആഖിറ നഷ്ടമാകും. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. ഇതാണ് ഇന്ന് കൂടുതൽ. ഇന്ന് പ്രായമുള്ള ആളുകളാരും മക്കളെ നന്നാക്കാൻ തുനിയുന്നില്ല, ഒക്കെ പള്ളിയിലെ മൂല്യാർക്ക് ഏൽപ്പിച്ചിരിക്കുക. എന്തെങ്കിലും കുറ്റം വന്നു പറയാം, അവിടുത്തെ ഓതല് ശരിയല്ല. എവിടുത്തെ മദ്രസ എന്ന് പറഞ്ഞാൽ തിയറിയേ ഉള്ളൂ. അവിടെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും, കാര്യത്തിൻ്റെ ഫർദ് ചേർത്ത് അത് ഇതെല്ലാം പഠിപ്പിച്ച്. ഇത് പ്രാക്ടിക്കലാക്കേണ്ട പരിപാടി വാപ്പാക്ക. അല്ല, വാപ്പാ തെങ്ങേ കയറുന്ന വെളിയിൽ കയറി നിന്നിട്ട് ഇപ്പം പഠിച്ചവനെ കഞ്ചാവാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വാപ്പ പള്ളി കറക്റ്റായിട്ട് പോകണം, മകനെയും കൂട്ടിക്കൊണ്ട് പോകണം.
മദ്രസയിൽ നിന്ന് തിയറികൾ പഠിപ്പിക്കും. നിസ്കാരത്തിന്റെ ഫർള്, ശർത്ത്, ആദാബുകൾ, അവന്റെ ഹുസ്നുൽ ഖുൽഖിന് വേണ്ടി അഖ്ലാഖ് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കും. കർമ്മശാസ്ത്ര വിഷയങ്ങളൊക്കെ വ്യക്തമായി ഫിഖ്ഹിലൂടെ പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ ഓതാനൊക്കെ ഉസ്താദുമാർ അവർ അധ്വാനിച്ച് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്ക് അള്ളാഹു കബൂലിയത്ത് കൊടുക്കട്ടെ. വലിയ സേവനമാണ് അവർ ചെയ്യുന്നത്. കാരണം രാവിലെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഉറക്കമൊഴിച്ചിരുന്നിട്ട് മഴയായാലും വെയിലായാലും വന്ന് ക്ലാസ് എടുക്കണ്ടേ. വൈകുന്നേര സമയം, മഗ്‌രിബിന്റെ സമയമൊക്കെ എത്ര തിരക്കുണ്ട്. ഭാര്യ ഗർഭിണിയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇൻഷാ അല്ലാഹ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പോകാം. ക്ലാസ് എടുക്കാൻ ഒരു ക്ലാസ്സും കട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ആത്മാർത്ഥതയോടുകൂടി ക്ലാസ് എടുക്കുന്ന എത്രയോ ഉസ്താദുമാരുണ്ട്. 10,000-കണക്കിന് ഉസ്താദുമാർ ആ മേഖലയിൽ സേവനം ചെയ്യാണ്. അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകട്ടെ. മുഅല്ലിമീങ്ങളായ ഉസ്താദുമാർക്ക് അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. വലിയ സേവനം ചെയ്യാൻ. അപ്പൊ അവരെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്, മറിച്ച് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതണം. മക്കളെ കൊണ്ട് ചേർത്തിരുത്തി ഓദിക്കണം. സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ തുടങ്ങിയിടുന്നു. സൂറത്തുൽ മുൽക്ക്, യാസീൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ സജദ, ഇതൊക്കെ പഴയ കാലഘട്ടത്തിൽ ഓതിയിരുന്നതാണ്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സഹാബാ. പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം അത് യാസീനാണ്. ആ യാസീൻ സൂറത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നബിതങ്ങൾ പഠിപ്പിച്ച ആ സൂറത്തുൽ വാഖിയ അത് ഡെയിലി ഓതണം, എല്ലാ ദിവസവും ഓതണം. പാപ്പ പകലന്തിയോളം കഷ്ടപ്പെടാൻ രാത്രിയിൽ തോണിയിൽ വള്ളത്തിൽ കയറി പോയേക്കുക പാവപ്പെട്ടവൻ മീനിന് വേണ്ടി. അയാൾക്ക് മത്സ്യം കറക്റ്റായി കിട്ടി, മീൻ നിറച്ച് റാഹത്തായി വന്ന് കച്ചവടമൊക്കെ റാഹത്താകണമെങ്കിൽ മക്കൾ വീട്ടിലിരുന്നിട്ട് ഖുർആൻ ഓതണം. ഇത് പാപ്പ അങ്ങോട്ട് പോയപ്പോഴേ മക്കൾ മൊബൈൽ ഓണാക്കിയിട്ട് പലാപ്പള്ളി തിരുപ്പള്ളിയിൽ നിന്ന് റീൽസ് തുടങ്ങിയിരിക്കുക. അങ്ങനെ കുടുംബം പാപ്പ തിരിച്ചു വരുമ്പോഴത്തേക്കും വള്ളം കാരി ഹലാക്ക് കള്ള ഹയവാൻ ഇവൻ്റെ ഓതൽ കാരണം എല്ലാം തീർന്നു. പാപ്പാക്കും പാലാപ്പള്ളിയിൽ പോയിരിക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതായപ്പോൾ ഉള്ളത് ഉമ്മായും മക്കളും കൂടെ റീൽസ് കളിക്കുക ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ശരിയാവണം, നമ്മൾ റെഡിയായാൽ എല്ലാം ഓക്കെ. ഇശാ മഗ്‌രിബിനിടയിൽ സൂറത്തുൽ വാഖിയ ഓതട്ടെ, ഖബർ ജീവിതം സന്തോഷം കിട്ടാൻ സൂറത്തുൽ മുൽക്ക് ഓതട്ടെ. അപ്പം ആ വീട്ടിൽ നല്ല റാഹത്താവും, ബറക്കത്താവും. അങ്ങനെ ചെയ്തു നോക്ക്. ഇത് ഡെയിലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് ഈ അടുത്താണ് ഇതൊക്കെ മുടക്കം വന്നത്. ഈ അടുത്ത് ഇതെല്ലാം അസ്തമിച്ചു. മഗ്‌രിബിന് തൊട്ട് മുമ്പ് മക്കളൊക്കെ കളിയൊക്കെ നിർത്തി വന്നിട്ട് നല്ല റാഹത്തായിട്ട് ഒരു 15 മിനിറ്റ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. എന്ത് രസമുണ്ട് ഇങ്ങനെ ചൊല്ലിക്ക് ഒരു 10 മിനിറ്റ്. من قال سبحان الله وبحمده في كل يوم 100 مرة غفر له. سبحان الله وبحمده എന്ന ദിക്ർ മാത്രം ഒരുവൻ 100 വട്ടം ഡെയിലി ചൊല്ലിയാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മാത്രം ചൊല്ലിയാൽ തന്നെ 100 ചൊല്ലിയാൽ തന്നെ പാപം പൊറുക്കും. ഡെയിലി ചൊല്ലണം. ഫീ കുല്ലി യൗമിൻ ഹദീസാണ്. എല്ലാ ദിവസവും ചൊല്ലിയാൽ ഗുഫിറ ലഹു, പാപമോചനം ഉറപ്പാണ്. കലിമതാനി ഹബീബതാനി ഇലർ റഹ്മാൻ ഖസഖീലതാനി ഫിൽ മീസാൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന 2 വചനങ്ങൾ, നാവിന് വളരെ ലഘുവാക്കപ്പെട്ടതാകുന്ന 2 വചനങ്ങൾ, എന്നാൽ നന്മത്തിന്മകൾ തൂക്കുന്നതാകുന്ന തുലാസിൽ നന്മയ്ക്ക് ഏറ്റവും കൂടുതൽ കനം കൂടുന്നതാകുന്ന ദിക്ർ ഏതെന്നറിയുമോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഈ ദിക്റാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്താ പറഞ്ഞത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന ദിക്ർ കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് ചെല്ലാൻ വളരെ ലൈറ്റായ ദിക്ർ, വളരെ എളുപ്പം. വല്ല ബുദ്ധിമുട്ടുണ്ടോ? വല്ല എന്തെങ്കിലും പ്രയാസമുള്ള കട്ടിയുള്ള ഹർഫുകളുണ്ടോ? ഒന്നുമില്ല, വളരെ റാഹത്തായിട്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം, ഇത്രയേ ഉള്ളൂ.
അത്രയും ചെല്ലിയാൽ തന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ, നാവിന് വളരെ ലൈറ്റായ ദിക്ർ. തീർന്നില്ല. സഖീലത്താനി ഫിൽ മീസാൻ, നാളെ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ വലിയ ഭാരമുള്ള ദിക്ർ. ഈ ദിക്ർ വലിയ ഭാരമായിരിക്കും. അപ്പം നാളെ നന്മ തിന്മകൾ തൂക്കുമ്പോഴത്തേക്ക് നമ്മുടെ തുലാസിലേക്ക് കൂടുതൽ കനം വരണമെങ്കിൽ ഏത് ദിക്ർ അധികരിപ്പിക്കണം? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഹദീസല്ലേ ഇതൊക്കെ, സ്വഹീഹായ ഹദീസ്. ആർക്കെങ്കിലും തള്ളിക്കളയാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മുടെ പള്ളികളിൽ അൽഹംദുലില്ലാഹ് പഴയ കാലഘട്ടം മുതൽ സമുന്നതരായ പണ്ഡിത നേതൃത്വങ്ങൾ, ഉമറാക്കൾ പള്ളികളിൽ ഇത് ഫിറ്റ് ചെയ്തു കൊടുത്തു. മഗ്‌രിബിന് തൊട്ടു മുമ്പ് നമ്മുടെ വീടുകളുടെ അന്തരീക്ഷം ആയിരിക്കായിരുന്നു. ഇതൊക്കെ പോയി. ഇന്ന് DJ പാട്ടുകളാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ അത് ചെല്ലണം. അസ്തഗ്ഫിറുല്ലാഹ് മഹത്വം. അവസാനം നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് കൊടുത്തു. അല്ലാഹ് അതിന് പറയേണ്ടതില്ല. ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു നൂഹ് എടുത്ത് മറിക്കണേ. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിന്റെ മഹത്വം അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തോട് പറയുകയാണ്, ബിംബങ്ങൾ ആരാധിച്ചുകൊണ്ട് സമയം കൊല്ലുന്ന സമൂഹമേ, നിങ്ങൾ അതിനെ മാറ്റിയിട്ടുകൊണ്ട് പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഉന്നതനായ സമുന്നതനായ പടച്ച റബ്ബിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. ഇന്നഹു കാന ഗഫാറാ. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു നൽകുന്നതാണ്. തീർന്നില്ല. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. അതിശക്തമായ കുത്തിച്ചൊരിയുന്ന കാരുണ്യത്തിന്റെ മഴ അല്ലാഹു നിങ്ങൾക്ക് വർഷിക്കുമേ. മഴയില്ലാതെ വിഷമിക്കുന്ന സമൂഹമേ, നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകുകയാണ്. കുളങ്ങൾ വറ്റി വരണ്ടവരെ, കിണറുകളിൽ വെള്ളമില്ലാതെ വിഷമിക്കുന്നവരെ, തടാകങ്ങളിൽ വെള്ളമില്ലാതെ ദുആ ചെയ്യുന്നവരെ, ഇസ്തിഗ്ഫാർ ചൊല്ലി നിലകൊണ്ടാൽ പാപം പൊറുക്കുക മാത്രമല്ല, കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിക്കുകയാണ്. തീർന്നില്ല. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. സമ്പത്ത് അല്ലാഹു നിങ്ങൾക്ക് അധികരിപ്പിക്കുകയാണ്. പെർവാട് കടപ്പുറത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, പകലന്തിയോളം പണിയെടുത്തിട്ടും സമ്പത്ത് കുറവാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന സഹോദരാ സഹോദരി, എന്റെ ഭർത്താവ് പാവപ്പെട്ടവനാണ്, അദ്ദേഹം കടലിലാണ് ജോലി ചെയ്യുന്നത്, അദ്ദേഹം ഒരുപാട് സമ്പാദ്യമൊന്നുമില്ല ഉസ്താദേ, ഞങ്ങൾക്കൊരു വീട് വേണമെന്ന് ആശ വെക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. നിസ്കാരത്തിന് ശേഷം ചാടി എഴുന്നേറ്റ് പോകാതെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലണേ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഉണ്ടല്ലോ, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്തഗ്ഫിറു ലഹു 70 മറ ഔ 100 മറ. എല്ലാ ദിവസവും 70 പ്രാവശ്യമോ 100 പ്രാവശ്യമോ ആയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുള്ളത് പാപമോചനത്തിന് മാത്രമുള്ള ദിക്റല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത്. കാരണം റസൂലുള്ളാഹിക്ക് പാപമില്ല, പാപ സുരക്ഷിതത്വമുള്ള പ്രവാചകനാണ്. ആ പ്രവാചകൻ എല്ലാ ദിവസവും 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നെങ്കിൽ അതിന്റെ മഹത്വം വളരെ വലുതാ. നിസാരമാക്കല്ലേ ഉപ്പാ ഉമ്മ. 100 വട്ടം എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലൽ നമുക്ക് നിർബന്ധമാണ്. കാരുണ്യത്തിന്റെ മഴ വർഷിച്ച് കിട്ടുമേ. പാപമോചനം ഉറപ്പാണ്. ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുകയാണ്. കാരുണ്യത്തിന്റെ കവാടം അല്ലാഹു നിങ്ങൾക്ക് തുറക്കുകയാണ്. കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ച് നൽകുകയാണ്. തീർന്നില്ല. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് അധികരിപ്പിക്കുകയാണ്.
സമ്പത്തില്ലാതെ വിഷമിക്കുന്നവരല്ലേ, ഒരുപാട് യാതനകൾ അനുഭവിച്ചവരല്ലേ, ഗൾഫിൽ പോയി വർഷങ്ങൾ കച്ചവടം ചെയ്തിട്ടും ക്ലച്ച് പിടിക്കാതെ നാട്ടിലേക്ക് തിരിച്ചു വന്നവരല്ലേ, ദുനിയാവ് കൈമുതലാക്കാൻ പ്രയാസപ്പെടുന്നവരല്ലേ. ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നീ മടിക്കേണ്ടതില്ല. അസ്തഗ്ഫിറുല്ലാഹല്ലദീം, അസ്തഗ്ഫിറുല്ലാഹല്ലദീം, അസ്തഗ്ഫിറുല്ലാഹല്ലദീം 100 വട്ടം മനസ്സിരുത്തിക്കൊണ്ട് ചെല്ലണേ. ഖുർആൻ നിനക്ക് ഓഫർ നൽകുകയാണ്. ഇത് കേവലം ന്യൂ ഇയറിന്റെ സമയത്ത് ലുലു മാളിൽ കൊടുക്കുന്നതായ 50% സാധന സാമഗ്രികൾക്കുള്ള ഓഫർ പോലെ ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്നതായ കേവലം കുറഞ്ഞ പീരീഡുള്ള ഓഫറല്ല, കേവലം ഓണത്തിന് മാത്രമുള്ള ഓഫറല്ല, കേവലം ക്രിസ്മസിന് മാത്രമുള്ള ഓഫറല്ല, ഏതെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോഴുള്ള ഓഫറല്ല, കാലാകാലമുള്ള ഓഫറാണ്. ഓഫറാണ്, നിലക്കാതെ നൽകുന്ന ഓഫറാണ്. ചൊല്ലാ തയ്യാറാകുന്ന ഉമ്മമാരുണ്ടോ, ചെറുപ്പക്കാരുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് അധികരിപ്പിക്കുന്നതാണ്, സമ്പത്ത് അള്ളാഹു നൽകുന്നതാണ്. തീർന്നില്ല, തീർന്നില്ല. വബനീൻ, മക്കളില്ലാതെ വിഷമിക്കുന്നവരില്ലേ? 10 വർഷമായി ഉസ്താദേ എനിക്കൊരു മകനില്ല, മകളില്ല. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഒരുപാട് നേർച്ചകൾ നേർന്നവനാണ്, ഒരുപാട് സിയാറത്തുകൾ ചെയ്തവനാണ്, ഒരുപാട് സദഖകൾ കൊടുത്തവനാണ്. പൊന്നുമോനെ, നീ നിസ്കാരത്തിന് ശേഷം ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലണേ. വബനീൻ, അല്ലാഹ് ഖുർആനിൽ ഓഫർ നൽകുകയാണ്. നിനക്ക് സന്താനങ്ങൾ അല്ലാഹു നൽകുകയാണ്, നൽകുകയാണ്. തീർന്നില്ല, തീർന്നില്ല. പാപമോചനം മാത്രമല്ല, കാരുണ്യത്തിന്റെ മഴ വർഷിക്കൽ മാത്രമല്ല, നിനക്ക് സമ്പത്ത് അല്ലാഹു നീട്ടിത്തരുക മാത്രമല്ല, സന്താനങ്ങളെ തന്ന് അനുഗ്രഹിക്കുക മാത്രമല്ല. വയജഅൽ ലകും ജന്നാത്തിൻ വയജഅൽ ലകും അൻഹാറാ. ദുനിയാവ് കഴിഞ്ഞ് ഖബർ കഴിഞ്ഞ് മഹ്ശറിലേക്ക് വരുമ്പോ നിനക്ക് സ്വർഗീയമാകുന്ന അരുവികളാണ്, സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളാണ്. ദുനിയാവിൽ ഇസ്തിഗ്ഫാർ ചൊല്ലി പാപമോചനം നേടിയെടുത്തവരല്ലേ? നിനക്ക് നാളെ അല്ലാഹു സ്വർഗത്തിൽ ഉദ്യാനം നൽകുകയാണ്, സ്വർഗീയ അരുവികൾ അല്ലാഹു സമ്മാനിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്തഗ്ഫിറുല്ലാഹല്ലദീം എന്ന ദിക്റിന്റെ മഹത്വം ഈ പറഞ്ഞത്. ഇങ്ങനെ നമ്മുടെ സമയങ്ങളെ ദീനിന് വേണ്ടി ചെലവഴിക്കണം. ഞാനിപ്പോൾ അതിലേക്ക് പോയപ്പോൾ 1-2 ദിക്റുകൾ പറഞ്ഞു എന്ന് മാത്രം. കാരണം ഒരു വാലിൻ്റെ മജ്‌ലിസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അമലിന് എന്തെങ്കിലും കിട്ടണം, അതിനുവേണ്ടി പറഞ്ഞതാണ്. ഈ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും ഈ ദിക്റിന്റെ മഹത്വമൊക്കെ, ഇസ്തിഗ്ഫാറിന്റെ മഹത്വമൊക്കെ അല്ലാഹു കബൂലാക്കട്ടെ. ഒരുപാടൊന്നും ചെയ്തില്ലെങ്കിലും ചെയ്യുന്നത് നിത്യമായി ചെയ്യുക, അതാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം. ചില ആളുകളുണ്ട് ഒരു ദിവസം കൊട്ടപ്പടി അങ്ങ് ഇരുന്നിട്ട് 2000 3000 ഒക്കെ അങ്ങോട്ട് ചെല്ലി ഫാത്തിഹയൊക്കെ ഓതും, എന്നിട്ട് അടുത്ത ദിവസം ഒന്നുമില്ല, അങ്ങനെയൊക്കെ ഉറക്കാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് കുറച്ചേ ചെയ്യുള്ളൂ, പക്ഷെ അത് നിത്യമായി ചെയ്യലാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും ഒരു 100 അസ്തഗ്ഫിറുല്ലാഹ്, ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 100 സ്വലാത്ത്. നിസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, അതൊക്കെ കറക്റ്റായിട്ട് 33 വെച്ച് കറക്റ്റായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊക്കെ വലിയ ശ്രേഷ്ഠതയുള്ളതാണ്, ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇല്ലാതാവും ഈ നിസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബറൊക്കെ. ഇത് വെറുതെ വല്ലതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു യുദ്ധത്തിന് ശേഷം ഒരുപാട് ആളുകളെ പിടിക്കപ്പെട്ടു, അവിശ്വാസികളായ ആളുകൾ തന്നെയാണ്. അപ്പം അവരിൽ പലരെയും പിടിക്കപ്പെട്ടു. അതിൽ ആരെങ്കിലും ഒരാളെ ജോലിക്ക് കിട്ടിയാൽ കൊള്ളാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കാര്യം അറിഞ്ഞു. അപ്പം അങ്ങനെ അലി റളിയല്ലാഹുവിനെ പറഞ്ഞു വിട്ടു. ഫാത്തിമ ബീവി റളിയല്ലാഹുവിൻ്റെ കൈയൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ജോലി ചെയ്ത് വളരെ വിഷമത്തിനും പ്രയാസത്തിലാണ്. കാരണം അരി ആട്ട് ഗോതമ്പാട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അലിയോട്, അലിയെ നിങ്ങൾ വീട്ടിൽ പോയിക്കോ, ഇൻഷാ അല്ലാഹ് ഞാൻ ആളുമായിട്ട് ഇശാ കഴിഞ്ഞ് വരാം. യഥാർത്ഥത്തിൽ ഈ ആളെയും ഈ സ്വത്തും ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമേ അല്ല നബിയുടെ കുടുംബത്തിന് വീതിക്കുന്നത്. ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നബി തങ്ങൾ ഔറാദും എല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ വീട്ടിലേക്ക് പോയി. ആയിഷ ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വലിയ പ്രതീക്ഷയോടുകൂടി കതക് തുറക്കാൻ ആളുമായിട്ട് വന്നിട്ടുണ്ടാവും. ജോലിക്കുള്ള ഒരാളെ കിട്ടണമെന്നാണ് പറഞ്ഞത്. നോക്കുമ്പോൾ ആളും ഇല്ല, ഒന്നുമില്ല.
നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് അവിടെ വന്നിരിക്കാൻ. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ചേർത്തിരുത്തി. എന്നിട്ട് മകളുടെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ചുംബനമൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ദുന്യാവും അതിലുള്ള സകല വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ ഉത്തമമായ ഒരു അമല് ഈ ഉപ്പ പഠിപ്പിച്ചു തരാം. നിങ്ങളുടെ എല്ലാ ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീരും. അപ്പം നിങ്ങൾക്ക് ഈ ജോലി ചെയ്തിട്ട് ക്ഷീണമല്ലേ ഈ പറഞ്ഞത്, ഈ ക്ഷീണവും പ്രയാസവും ഞെരുക്കവും ഒക്കെ തീരും. നിങ്ങൾക്കൊരു ദിക്ർ പഠിപ്പിച്ചു തരാം. നിസ്കാരത്തിന് ശേഷം 33 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 33 വട്ടം അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 പതിവാക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ദിക്ർ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഇവിടെ ഉസ്താദ്മാർ ചെല്ലുന്നത്. നമ്മൾ സുന്നികളായ നമുക്ക് പോലും ഇപ്പോൾ അറപ്പായി മാറി. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഫ്രണ്ട് സഫി ഇരിക്കും ആചാര്, എന്നിട്ട് പിന്നെ ഒരു എഴുന്നേറ്റ് വെക്കാം, ഒറ്റ അടി കൊടുക്കണം അവന്. എന്നിട്ട് പൊതി കിട്ടുന്നതിൻ്റെ സമയത്ത് ഫ്രണ്ടിലോട്ട് വരും. ഭയങ്കരമായിട്ട് ഫ്രണ്ടിൽ നിന്ന് ഒരു എഴുന്നേറ്റ് പോക്കുണ്ട് ചാട്ട. എഴുന്നേറ്റ് പോയിട്ട് വെളിയിൽ വന്നിരുന്നിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായി നമ്മൾ എപ്പോഴാണ് നമുക്ക് കൊടുക്കുന്ന പൊതി, എപ്പോഴാണ് കൊടുക്കുന്നത്? അവിടെ ഇരുന്ന് അകത്തിരുന്ന് 2 മിനിറ്റ് കഴിഞ്ഞാൽ സംഭവം കഴിയും. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹി 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 നിമിഷേരം കൊണ്ട് ചൊല്ലി തീർക്കാം. 33 5 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിയും. പക്ഷെ ഇവന് ധൃതിയാ. പിന്നെന്തു സുന്നിയാണോ നിന്നെ? പിന്നെ എന്തിനാ സുന്നി എടുത്തേക്കുന്നത്? നീ പൊയ്ക്കോളി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്ന ഉസ്താദുമാരോട്, മീനില്ല, മീൻ തരാം ഇപ്പം നിനക്ക്, തലക്കിട്ട് ഒരൊറ്റ അടി തരാം. ഹയവാൻ അവന് ഓതാനും കഴിയത്തില്ല, ഒന്നും കഴിയത്തില്ല. നമുക്കാകെ ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയാവോ? ഇല്ല, വലിയ ഓത്തൊന്നും അറിയത്തില്ല ഉസ്താദെ, പണ്ട് കാലത്ത് ഓതാനൊന്നും പറ്റിയില്ല. എന്നാൽ ഇതെങ്കിലും ചെയ്യ്. നിസ്കാരത്തിന് ശേഷമുള്ള ഈ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമുക്ക് വൃത്തിയായിട്ട് അവിടെ ഇരിക്കും. എങ്ങോട്ടേ ഓടുന്നത്? അതിന് മുമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് അതുമില്ല. ഇക്കാമത്ത് കൊടുക്കുന്ന സമയം ഒരു ബാത്റൂമിലാണ്, റൗണ്ടിൽ പുക വിട്ട് കളിക്കുകയാണ്, അതിനകത്തിരിക്കുക ആചാര്യ. എന്നിട്ട് 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് ജമാഅത്ത് കൂടിയത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ചാടി ഇറക്കും. പിന്നെ അങ്ങനെ നമ്മൾ നന്നാവും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തദഅ ഫീനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ലാ തദഅ ഫീനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. പരാജയത്തിൻ്റെതാകുന്ന വാഹകരെ, നിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് തടയപ്പെട്ടതാകുന്ന ആളുകളെ ഞങ്ങളിൽ ഉൾപ്പെടുത്തരുത് അല്ലാ. അവരെ തൊട്ട് ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ. സ്വഹാബത്ത് കേട്ടുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ നബി തങ്ങളോട് ചോദിക്കുകയാണ്, വമനി ശഖിയുൽ മഹ്റൂമു യാ ഹബീബല്ലാഹ്. ആരാണ് നബിയേ, നബിയേ പരാജയത്തിൽ അകപ്പെട്ടു പോയ വ്യക്തി ആരാ? അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെടാൻ തങ്ങൾ ദുആ ചെയ്തതായ വ്യക്തി ആരാണ്? വ്യക്തി ആരാണ്? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, താരിഖു സ്വലാ, നിസ്കാരത്തെ പോലും ബഹുമാനിക്കാതെ ആദരിക്കാതെ, പള്ളിയിൽ വരാതെ നിസ്കരിക്കാതെ ഗൗനിക്കാതെ, കള്ളുകുടിച്ച് ലഹരി നുണഞ്ഞുകൊണ്ട് കടങ്ങി നടക്കുന്നവരില്ലേ, താരിഖു സ്വലാ, നിസ്കാരത്തെ ഉപേക്ഷ വെക്കുന്നവനാണ് അവനെന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ അനുഗ്രഹങ്ങളെ തൊട്ടും തീണ്ടാപ്പാറ അകലെയാണ്. എല്ലാ അനുഗ്രഹങ്ങളെ തൊട്ടും അവൻ അകത്ത് നിർത്തുന്നതാണ്. അവൻ പരാജയത്തിന്റെ പടുകുഴിയിലാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനത്തെ കൗമിനെ ഞങ്ങളിലേക്ക് ചേർക്കരുതെന്നാണ് നബി ദുആ ചെയ്യുന്നത്. നിസ്കാരം ഇല്ലാത്ത കൗമ. അപ്പൊ പറഞ്ഞേതാ? നിസ്കരിക്കുന്നവന്റെ കാര്യം പറഞ്ഞു, നിസ്കാരത്തിന് ശേഷമുള്ളതാ. കരിക്കാത്ത കൗമ തന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കരിക്കാൻ പള്ളി കയറലേ ഇല്ല. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവർക്ക് ഈ വാള് തന്നെ ഉപകാരപ്പെടൂല കേട്ടോ. വേഗം എഴുന്നേറ്റ് പോലെ നല്ലത്. നിസ്കരിക്കാത്തവന് പിന്നെ ഒരു കാര്യമില്ല. ഒരു സലാത്ത് മജ്ലിസിൽ ഇരുന്നിട്ടും കാര്യമില്ല, ഒന്നുമില്ല. നിസ്കാരം മസ്റ്റ്. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉള്ളൂ. അതില്ല, ബാക്കിയെല്ലാം ഉണ്ട്. കുറേ കാര്യങ്ങളുണ്ട്, നിസ്കാരം മാത്രമില്ല. പിന്നെ കാര്യമില്ല. നിസ്കാരമാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. നമ്മളിപ്പോൾ കള്ളു കുടിക്കുന്നവർ, വ്യഭിചരിക്കുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും അശ്ലീലത ചെയ്യുന്നവർ നിസ്കാരം കറക്റ്റാക്കിയാൽ അതൊക്കെ അല്ലാഹു തആല ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാക്കും. അങ്ങനെയാണ്.
കറക്റ്റ് 5 വഖത്ത് നിസ്കരിക്കണം. അതിന് മുമ്പ് ശേഷമുള്ള റവാത്തിബുകളൊക്കെ കറക്റ്റ് ആക്കണം. ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്ത് ഒക്കെ നിസ്കരിക്കാനുള്ളതാണ്, നിസ്കരിക്കാതിരിക്കാനുള്ളതല്ല, അതൊക്കെ നിസ്കരിക്കാനുള്ളതാണ്. ഫർദ് നമസ്കാരങ്ങൾ മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ എത്ര പേര് നിസ്കരിക്കുന്നവരുണ്ട്? ഏറ്റവും ശക്തിമത്തായ സുന്നത്ത് 10 സുന്നത്തുകളാണ്. അതിൽപ്പെട്ടാണ് സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവർ എത്ര പേരുണ്ട്? കൈ ഉയർത്തണ്ട, എത്ര പേരുണ്ട്? മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി. സുബഹി നിസ്കരില്ല പിന്നല്ലേ സുബഹിയുടെ സുന്നത്ത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾക്കാണ് എന്ത് പറയാ? റവാത്തിബ് സുന്നത്ത് എന്ന് പറയാ. അതിലേറ്റവും ശക്തിമത്തായ സുന്നത്താണ് ഫർളുകൾ കഴിഞ്ഞാൽ റവാത്തിബ് സുന്നത്തിൽ ഏറ്റവും ശക്തിമത്തായ സുന്നത്താണ് സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. അതും വിട്ടുപോകാൻ പാടില്ല. ആ നിസ്കാരം ഫാത്തിഹ, അതോടൊപ്പം തന്നെ 1-ാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക്, അതിനോടൊപ്പം തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. 2-ാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഫീൽ, അതിനോടൊപ്പം തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇങ്ങനെ നിസ്കരിക്കണം. ഇങ്ങനെയാണ്, ഒന്നുകൂടെ പറയാം. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ, അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക്, ആ സൂറത്ത് പൂർത്തിയാക്കി ഓതുക. അതിനോടൊപ്പം തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഈ സൂറത്ത് കൂടി ഓതുക. 2-ാമത്തെ റക്അത്തിൽ എന്തോ പറഞ്ഞ സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അതിനോടൊപ്പം ഏതുകൂടി ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ ഓതി നിസ്കരിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സ്വല്ലാ സുന്നത്തൈ സുബ്ഹി ബി അലം അലം, അലം അലം എന്ന് തുടങ്ങുന്നതാകുന്ന സൂക്തങ്ങൾ കൊണ്ട് സുബ്ഹിയുടെ സുന്നത്ത് നിസ്കരിച്ചാൽ, അലം നശ്റഹ് ലക സദ്റക് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനോടൊപ്പം 2-ാമത്തെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി നിസ്കരിച്ചാൽ ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ, അന്നത്തെ ദിവസം ഒരു വിഷമമോ ദുഃഖമോ പ്രയാസമോ ഒരു വേദനാജനകമാകുന്ന കാര്യമോ അവനുണ്ടാവുകയില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ മുജറബാൻ, പരീക്ഷിച്ചറിഞ്ഞ കാര്യങ്ങൾ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്താ വേണ്ടത്? സുബഹിയുടെ സുന്നത്ത് ബാങ്ക് വിളിച്ചാൽ ഉടനെ 2 റക്അത്ത് സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കാം. അതിലെന്ത് വേണം? ഫാത്തിഹ സൂറത്ത്, അതിനോടൊപ്പം ഏത് സൂറത്ത് ഓതണം? അലം നശ്റഹും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 1-ാമത്തെ റക്അത്ത്. 2-ാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീലും ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ ഓതി നിസ്കരിച്ച അന്നത്തെ ദിവസം ഒരു ടെൻഷനും ഉണ്ടാവില്ല, ഒരു വിഷമമോ പ്രയാസമോ ഉള്ള വാർത്തയൊന്നും കേൾക്കേണ്ടി വരില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഉറക്കെ പറയും, ശബ്ദമില്ലല്ലേ? ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 2-3 കാര്യങ്ങൾ പഠിപ്പിച്ചു. ദിക്റുകൾ പറഞ്ഞു, ഒരു നിസ്കാരത്തിന്റെ കാര്യവും പറഞ്ഞു. ഇനി ഇതാ തിരിച്ചു വരിക, ശരിക്കും ശ്രദ്ധിച്ചോ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഫർദ് നിസ്കാരങ്ങൾ വേണം, അതിനു മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, മുമ്പ് ശേഷമുള്ള സുന്നത്ത് വേണം. ആ സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുബഹിയുടെ സുന്നത്താണ് ഇപ്പോൾ പറഞ്ഞത്, അത് നിസ്കരിക്കണം. അതോടൊപ്പം അതിൽ ഓതേണ്ട സൂറത്തുകളിൽ പറഞ്ഞു. അങ്ങനെ ഓതി നിസ്കരിച്ചാൽ അവന് കിട്ടുന്ന നേട്ടവും പറഞ്ഞു. ഒരു പ്രയാസമോ ദുഃഖമോ ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധിച്ചോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായി, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചു, കള്ളു കുടിച്ചതാകുന്ന ഒരു സഹോദരൻ അല്ലേ. ഈ ഒരു അവസ്ഥ നമ്മുടെ സമൂഹം പലരും എന്താണ് അവർക്ക് കിട്ടുന്നത്, എന്തായിരിക്കും നാളെ അത്തരത്തിലുള്ള സംഭവങ്ങൾ. ഇതേ സംഭവം, ഇതുപോലെയുള്ള വിഷയങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇതിനെ ആസ്പദമായി മറ്റൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. എത്രയോ ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലും ഇശാ നമസ്കരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൻ നബവിയിൽ നിന്ന് ജന്നത്തുൽ ബഖീഇലേക്ക്, ബഖീഉൽ ഖർഖദ് തൊട്ടടുത്തുള്ള വിശാലമായ ഖബർസ്ഥാനാണല്ലോ, 10,000-ൽ പരം സ്വഹാബത്ത് അന്ത്യവിശ്രമം ചെയ്യുന്ന, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് അന്ത്യവിശ്രമം ചെയ്യുന്ന പവിത്രമായ മണ്ണാണത്. അള്ളാഹുടെ എത്താനും സിയാറത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ മിനിഞ്ഞാന്ന് ഉംറ കഴിഞ്ഞിട്ടാണ് വന്നത്. അള്ളാഹു നമുക്കൊക്കെ പോകാൻ തൗഫീഖ് നൽകട്ടെ. ഹജ്ജിന് ഉംറയ്ക്കൊക്കെ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ.